കൊല്ലത്ത് 3ാം ക്ലാസ്സുകാരന് നേരെ രണ്ടാനച്ഛൻ്റെ ക്രൂരത എന്നുള്ളതാണ് വാർത്ത. വികൃതി കാട്ടിയതിന് കുഞ്ഞിൻ്റെ കാലിൽ അയൺ ബോക്സ് കൊണ്ട് പൊള്ളിച്ചു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. രണ്ടാനച്ഛനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പോലീസ്. മൈനാഗപ്പള്ളി സ്വദേശി കൊച്ചനിയനാണ് കസ്റ്റഡിയിലായിരിക്കുന്നത്. അമ്മ വിദേശത്താണ്. കുട്ടിയെ CWCയിലേക്ക് മാറ്റുകയാണ്. പെട്ടെന്നുണ്ടായ ദേഷ്യമാണ് ഇങ്ങനെ ചെയ്യാൻ കാരണമായത് എന്നാണ് പിന്നീട് ഈ പിതാവ് പറഞ്ഞതായി അറിയുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളുമായി അരുൺരാജ് കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. അരുൺരാജ്, വലിയ ക്രൂരതയാണ്, കേട്ടാൽ നടുക്കമുണ്ടാക്കുന്ന ക്രൂരതയാണ്. എന്താണ് അവിടെ സംഭവിച്ചത് അരുൺരാജ്? റിജിത്ത്, തീർച്ചയായും കേൾക്കുമ്പോൾ തന്നെ വലിയ വിഷമമുണ്ടാക്കുന്ന വാർത്തയാണ്. 3ാം ക്ലാസ്സുകാരനാണ്, അതായത് 8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനാണ് ഇത്തരത്തിൽ രണ്ടാനച്ഛന്റെ ക്രൂരമായ പീഡനം ഏൽക്കേണ്ടി വന്നത്. അമ്മുമ്മയുമായി ഒരു വഴക്കിട്ടതിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടാണ് ഈ കുഞ്ഞിനെ ഈ രണ്ടാനച്ഛൻ കാലിന്റെ പിൻഭാഗത്ത് അയൺ ബോക്സ് കൊണ്ട് പൊള്ളിച്ചത് എന്നുള്ളതാണ് നിലവിൽ പോലീസിനോട് നൽകിയിരിക്കുന്ന വിവരം. ഈ കുഞ്ഞ് കഴിഞ്ഞ ദിവസം അങ്കനവാടിയിലടക്കം എത്തിയപ്പോൾ കാലിലെ കുഞ്ഞിന്റെ മുറിവ് കണ്ട് ഈ അങ്കനവാടി ജീവനക്കാരാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഈ കൗൺസിലേഴ്സിന് കൈമാറുന്നത്. തുടർന്ന് കൗൺസിലേഴ്സ് പോലീസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് തെക്കുംഭാഗം പോലീസ് ഈ കുഞ്ഞിനെയും അതുപോലെ തന്നെ ഈ അച്ഛനെയും ഇവിടേക്ക് കൊണ്ടുവരികയും ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ സ്റ്റേറ്റ്മെന്റ് എടുത്തു. ഇതിലാണ് കുഞ്ഞ് തന്നെ സമ്മതിച്ചു താൻ വികൃതി കാണിച്ചതിന് അച്ഛൻ ചെയ്ത ക്രൂരതയാണ് ഇത് എന്നുള്ളതാണ് കുഞ്ഞ് നൽകിയിരിക്കുന്ന മൊഴി. അച്ഛൻ ഇക്കാര്യം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. തനിക്ക് പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ താൻ ചെയ്തു പോയതാണ് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ക്രൂരമായ പീഡനമാണ് ഈ കുഞ്ഞ് ഏൽക്കേണ്ടി വന്നത്. ഇപ്പോഴും ആ കാലിലെ മുറിവ് ഉണങ്ങാതെ തന്നെ നിൽപ്പുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കുഞ്ഞിനെ ഇപ്പോൾ CWCയിലേക്ക് കൈമാറും. കുഞ്ഞിനെ